നമസ്കാരം. ഇതുവരെയുള്ള വാർത്തകൾ അറിയാൻ ക്യാപ്സൂളിലൂടെ. 9 വയസ്സുകാരുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നതിൽ ന്യായീകരണവുമായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ. കുട്ടിയുടെ കൈ പൂർണ്ണമായും പ്ലാസ്റ്റർ ഇട്ടിരുന്നില്ല. നീര് വരികയാണെങ്കിൽ വീണ്ടും വരണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. നിലത്തുരുത്തിയ ചെറിയ മുറിവ് മാത്രമാണ് കുട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഏതന്വേഷണം സ്വാഗതം ചെയ്യുകയാണെന്നും ഡോക്ടർമാർ പറഞ്ഞു. മെഡിക്കൽ കോളേജിലെ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണ പ്രതിസന്ധിയിൽ നടപടിയുമായി സർക്കാർ. വിതരണക്കാർക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 11 കോടിയും കോഴിക്കോട് 8 കോടി രൂപയും നാളെ നൽകും. ഇത് സംബന്ധിച്ച നിർദ്ദേശം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടർമാർക്ക് DMA നൽകി. 157 കോടി രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളത്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ CBI അന്വേഷണം വേണമെന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ദേവസ്വം ബോർഡ് ഭരണസമിതികൾ ഉടച്ചു വാർക്കണം. സർക്കാർ സംവിധാനങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കമ്മിറ്റികൾ മേൽനോട്ടം വഹിക്കണമെന്നും IAS ഉദ്യോഗസ്ഥരെ തലപ്പത്ത് കൊണ്ടുവരണമെന്നും വെള്ളാപ്പള്ളി വയനാട്ടിൽ പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിനെത്തിയ ഡെലിഗേറ്റുകൾക്ക് താമസിക്കാനുള്ള ഹോട്ടൽ അഡ്വാൻസ് നൽകിയതും ദേവസ്വം ബോർഡ്. 4 ഹോട്ടലുകളിലായി 12,76,440 രൂപയാണ് നൽകിയത്. സ്പോൺസർമാർ നൽകുന്ന തുക സ്വീകരിക്കാനായി തുടങ്ങിയ അക്കൗണ്ടിൽ നിന്നാണ് പണം അനുവദിച്ചതെന്ന ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. മോഹൻലാലിനെ ആദരിക്കുന്ന വേദിയിലെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ വിമർശനവുമായി KC വേണുഗോപാൽ MP. രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള PR വർക്കിന്റെ ഭാഗമായി പരിപാടി മാറ്റിയെന്നും KC വേണുഗോപാൽ പറഞ്ഞു. വയലാർ പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന സന്തോഷ് കുമാർ മീഡിയ വണ്ണിനോട്. പുരസ്കാരം കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകുന്നതാണെന്നും സന്തോഷ് കുമാർ പറഞ്ഞു. തൃശൂർ പാലപ്പള്ളി നാടാംപാടത്ത് കാട്ടാനയുടെ ജഡം കണ്ടെത്തി. നാടാംപാടം ചമ്പലമക്കാട് സ്വദേശി വേണാട്ട് ചിന്നമ്മയുടെ പറമ്പിലാണ് പിടിയാനയുടെ ജഡം കണ്ടെത്തിയത്. ശനിയാഴ്ച രാത്രി പട്രോളിംഗിനെത്തിയ വനപാലകരാണ് ആനയുടെ ജഡം കണ്ടത്. തൃശൂർ നഗരത്തിൽ ATM തകർത്ത് മോഷണശ്രമം. പൂങ്കുന്നം റെയിൽവേ ഗേറ്റിന് സമീപമുള്ള പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ATM ആണ് തകർക്കാൻ ശ്രമിച്ചത്. പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. പ്രവാചകൻ മുഹമ്മദ് നബിയെ അധിക്ഷേപിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട BJP പ്രവർത്തകനെതിരെ കേസെടുത്തു. BJP തിരുവനന്തപുരം വാമനപുരം മണ്ഡലം കമ്മിറ്റിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ചിത്രരാജിനെതിരെയാണ് കേസ്. മതവികാരം വ്രണപ്പെടുത്തുക, കലാപമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രകോപനം സൃഷ്ടിക്കുക എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ്. എയ്ഡഡ് അധ്യാപകന നിയമനം തടഞ്ഞ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി കടന്നാക്രമിച്ച കത്തോലിക്ക സഭ. ശിവൻകുട്ടി നായരല്ല LDFന്റെ വിദ്യാഭ്യാസ മന്ത്രിയാണെന്ന് സഭയുടെ മുഖപത്രം ദീപികയിൽ എഴുതിയ ലേഖനത്തിൽ വിമർശിച്ചു. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്കൂളുകളിലെ നിയമനങ്ങൾ അംഗീകരിച്ചിട്ടും മറ്റ് മാനേജ്മെന്റുകളുടെ കാര്യത്തിൽ വ്യത്യസ്ത നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് സഭയെ പ്രകോപിപ്പിച്ചത്. മലപ്പുറത്ത് സ്കൂൾ ഫുട്ബോൾ മത്സരത്തിനിടെ കായിക അധ്യാപകനെ മർദ്ദിച്ച 4 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു. പരിയാപുരം സെന്റ് മേരീസ് സ്കൂൾ വിദ്യാർത്ഥികൾക്കെതിരെയാണ് കേസ്. മങ്കട ഉപജില്ലാ സ്കൂൾ കായികമേളയ്ക്കിടെയാണ് വിദ്യാർത്ഥികൾ അധ്യാപകനെ മർദ്ദിച്ചത്. കൊളത്തൂർ നാഷണൽ ഹയർ സെക്കൻഡറിയിലെ കായിക അധ്യാപകൻ ശ്രീരാഗിനാണ് മർദ്ദനമേറ്റത്. കാസർഗോഡ് കുമ്പള ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ മൈം തടഞ്ഞതിൽ അധ്യാപകരെ സംരക്ഷിച്ച DEUയുടെ റിപ്പോർട്ട്. കലോത്സവത്തിനിടെ വിദ്യാർത്ഥികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ് കലോത്സവം നിർത്തിവെക്കാൻ കാരണമെന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. ഈവനിംഗ് എഡിഷൻ തുടരും. ദിവ്യചേരും. നമസ്കാരം.